നാണമില്ലേ? നിന്റെയൊക്കെ പെമ്മക്കളെ ജനങ്ങളുടെ മുന്നിൽ അവർ കാണാൻ, അവരുടെ ഔറത്തുകൾ കാണാൻ തുറന്നു വിട്ട് ഡാൻസ് കളിപ്പിക്കാൻ നാണമില്ലേ? നിങ്ങളെ കുട്ടികൾ നിങ്ങളത് ശ്രദ്ധിക്കേ. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് മറ്റേ കുട്ടികളെ കുറിച്ചിട്ട് പറയുക. ഞാൻ മുസ്ലിമാ പേര്. ജാതി, മതം, രാഷ്ട്രീയം ഒന്നുമല്ല. വിശ്വാസമൊന്നുമില്ല ആഖിറത്തിൽ. ഈ പാടാൻ പോകുന്ന പെണ്ണുങ്ങൾക്കും ഈ വാപ്പ ഉമ്മ ഒക്കെ ഇവരെ കൊണ്ട് റിയാലിറ്റി ഷോയ്ക്കൊക്കെ വിട്ടിങ്ങനെ പാടിച്ച് അവർ പറയുന്ന വേഷവും ധരിച്ചിട്ട് നെഞ്ചും കാണിച്ചിട്ട് കഴുത്തും കാണിച്ചിട്ട് കുണ്ടിയും കാണിച്ചിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ പാടി തുള്ളി ചാടുമ്പം ബാക്കിയുള്ളവനൊക്കെ ഇരുന്ന് ഇങ്ങനെ രസിക്കുമ്പം വാപ്പാക്കും ഉമ്മാക്കും ഭയങ്കര സന്തോഷമാണ്. പറുതായി വിട്ട് ഈ തലയിൽ ഈ സാമാനം ഇട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്ന രംഗം, ഇത് നമ്മളെ കൊണ്ടൊന്നും അംഗീകരിക്കാൻ പറ്റൂല. ഖുർആനെതിരാണ്. വേണ്ടിയിട്ട് സ്ത്രീകളുടെ വേദന കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന കുറെ മനോരോഗികളായിട്ടുള്ള ആളുകളുടെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇയാൾ ഇങ്ങനെ ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത്. മനസ്സിലായില്ലേ? എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ജാതി സ്പിരിറ്റിന്റെ മേൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? ഓണാഘോഷമാണ്. ഓണം കേരള ജനതയുടെ ഫെസ്റ്റിവലാണ്. അത് ജനങ്ങളെ കാലാണ്. ജെൻസികൾ തെറ്റിനെതിരെ മാത്രം പ്രവർത്തിക്കുള്ളൂ, അല്ലാതെ നാട്ടുകാർ പറയുന്ന പോലെ അത്ര കുരുത്തം കെട്ട ടീംസ് ഒന്നല്ല. ഞങ്ങൾ തെറ്റ് കണ്ടാൽ ഞങ്ങൾ പ്രതിരോധിക്കും. പക്ഷെ അങ്ങനെയല്ല, ജെൻസികൾ വാഴുന്നല്ല, ചില തെറ്റിനെതിരെ ഇപ്പൊ നമ്മളിങ്ങനെ സാർ പറഞ്ഞല്ലോ, മതത്തിനെതിരെ മുസ്ലിം കുട്ടികൾക്ക് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. എന്നാ അങ്ങനെയല്ല, ഇപ്പത്തെ കാലഘട്ടത്തിൽ മതത്തിന്റെ പേരും പറഞ്ഞുകാണ്ട് മാറ്റി നിർത്തപ്പെടാൻ ജെൻസികൾ സമ്മതിക്കൂല. അതിനെതിരെ ശബ്ദം ഉയർത്താൻ എന്താ പറയാ കാരണന്മാര്, അതേപോലെ ഈ നാട്ടുകാരെന്ത് സംസാരിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യാകുലതപ്പെടാത്ത ഒരു സമൂഹമാണ് ഇപ്പൊ നിലവിൽ. ഈ സോഷ്യൽ മീഡിയയുടെ വന്നിട്ട് ഒരുമാതിരി അങ്ങ് ആക്കലാക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ ശരീരത്തിൽ ഓടുന്ന രക്തമില്ലേ അതങ്ങ് പടക്കും. അതുകൊണ്ട് ഉസ്താദന്മാരായിക്കോട്ടെ, ഏത് ഹിന്ദുക്കൾ, ഞാനടക്കം ഹിന്ദുവാണ്, ഞാനായിക്കോട്ടെ, ഏത് തെണ്ടി ആയിക്കോട്ടെ, ഉസ്താദുമാരെ കാര്യം നോക്കുക. അല്ലാണ്ട് ഓണം ആഘോഷിക്കരുത് മറ്റേത് ആഘോഷിക്കരുതെന്ന് പറയാൻ ഒരിക്കലും പാടില്ല കേട്ടോ. അതേപോലെ മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഫെസ്റ്റിവൽസും മതവും തമ്മിൽ ബന്ധമൊന്നുമില്ല. നമ്മൾ കേരളത്തിലാണോ അത് ഏത് നാട്ടിലാണോ നമ്മൾ അവിടെ ഉള്ള ഇതായിട്ട് നമ്മൾ സിങ്ക് ആവുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോ ഒരു ഡ്രസ് ഒന്നും വാങ്ങാൻ കഴിയാത്ത ഒരാൾക്ക് നമ്മൾ മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ നോക്കാതെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നില്ലേ? പിന്നെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ മനസ്സിലൊരു ബേജാറും പേടിയൊന്നും തോന്നില്ലെങ്കിൽ നമ്മളെ ഈമാനൊന്ന് പരിശോധിക്കണം. നമ്മളെ ഇന്നത്തെ ചെറുപ്പക്കാർത്തികളെ ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ആഘോഷങ്ങൾക്ക് യാതൊരു പരിധിയുമില്ലാതെ ലജ്ജ എന്ന രണ്ടക്ഷരം ഒരു അണുമണി തൂക്കം പോലും മനസ്സിലും, അതായത് പേടിയുമൊന്നുമില്ലാതെ ലജ്ജയില്ലാതെ കാണിച്ചു കൂട്ടുന്ന ഈ സമൂഹം എങ്ങോട്ടാണ് ഇവരുടെ പോക്ക് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ, ഇത്തിരി ദയുണ്ടായാൽ മതി. മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്തിരി റെസ്പെക്റ്റും അത്രയും ആവശ്യമുള്ളൂ. ലോകം നന്നായിക്കോളും. അതിന് നീ ഇത്ര ബേജാറാണ് മോനെ. നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം ശരിയെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. യൂണിവേഴ്സൽ ഫ്ലോ ഒന്നേ ഉള്ളൂ, അതിലോട്ട് അങ്ങോട്ട് കണക്ട് ആയാൽ മാത്രം മതി. ഡുണ്ടുമല്ലിയും പേർലോലിയും ഒക്കെ പാടി നടക്കുകയാണ്. നാളെ ഒരു വെള്ളപ്പൊതിയിൽ പൊതിഞ്ഞുകൊണ്ട് നാളെ ഖബറിൽ ഒറ്റക്ക് പോയി കിടക്കേണ്ടവളാണ് എന്ന ചിന്തയില്ലാതെ ഇസ്ലാമിനെ പാടെ അവഗണിച്ചുകൊണ്ട് ഇവർ ഈ രീതിയിൽ ആവാനുള്ളൊരു കാരണം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ കേരളത്തിലെ വലിയ സംഘടന എന്ന് പറഞ്ഞു നടക്കുന്ന സംഘടനയെ തന്നെയാണ് നാം ഇതിനെ കുറ്റപ്പെടുത്തേണ്ടത്. പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓണം ആഘോഷിക്കാൻ പാടില്ല, നബി ദിനം ആഘോഷിക്കാൻ പാടില്ല, ഇതിൽ എന്താണ് അർത്ഥമുള്ളത്? നിങ്ങൾ എന്നെ പറയുന്നു. ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടുള്ളൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടറില്ലേ, ഇവരാണ് കാരണം. ഒന്ന്, മുസ്ലിം നാമധാരികൾ.
ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2 എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? 3 സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4 ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. പാട്ട്, കൂത്ത്, അതുമായി ബന്ധപ്പെട്ട് ഡാൻസ്, കല്യാണ വീടുകളിലൊക്കെ എന്താ ഉസ്താദ് വന്ന് നിക്കാഹ് നടത്തി കൊടുക്കുന്നു. അല്ലാഹു ബാറക്, അല്ലാഹു അയ്യോ സൗജാൻ അയ്യത്തുഹ സൗജാൻ ബാറക്കല്ലാഹു ലക്കുമ. ഉസ്താദ് അടിവയറ്റിന്ന് ദുആ ചെയ്തു തുടങ്ങുന്നത്. അടിവയറ്റിന്ന് ഇങ്ങനെ ദുആ കണ്ട ചൊല്ലക്കം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയിട്ട് മുസ്ലിയാരെല്ലാം പോയോ? എല്ലാവരും പോയോ? ഉസ്താദ് ഇരുന്ന കസേരയെ മാറ്റി, വെണ്ണുന്ന കസേരയെ മാറ്റി, എല്ലാവരും അതിനകത്തോടെ അടുത്ത പരിപാടിയായി. പൂത്തിരി കത്തിക്കലായി, വെടി പൊട്ടിക്കലായി, പാവകട പൊക്കലായി, അവിടെ പിടിക്കലായി, ഇവിടെ പിടിക്കലായി. എൻ്റെ പേര് നിക്കാഹ നടക്ക് ശരിയല്ലേ? നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളൂ, ഞാൻ കേട്ടോളാം. ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആളെന്നും എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ അബീവേ. എനിക്കിതെല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഈ പ്രസംഗത്തോട് തന്നെ താല്പര്യമില്ലാതായി. വല്ലാഹി സത്യം, താല്പര്യമില്ലാതായി. എന്തിനു പ്രസംഗിക്കുന്നു? 30 വർഷമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 30 വർഷമായി. ഈ 30 വർഷം കൊണ്ട് പ്രസംഗിക്കുന്നു. പ്രസംഗത്തിനെല്ലാം ആൾ കൂടുന്നു, എല്ലാ സംഭവം ശരി തന്നെ. ഇത് വീണ്ടും ഇത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യല്ലേ? നിക്കാഹിൻ്റെ സദസ്സിൽ അല്ലാഹുവേ നീ അവർക്ക് 2 പേർക്ക് ഐശ്വര്യം കൊടുക്കണേ, ബർക്കത്ത് ചെയ്യണേ. ആ വാപ്പാക്കും ഉമ്മാക്കും ബർക്കത്ത് ചെയ്യണേ, ആ ഭാര്യയും ഭർത്താവിനും ബർക്കത്ത് ചെയ്യണേ, ആ നവവധുവിനും വരണം നീ ബർക്കത്ത് ചെയ്യണേ. ഈ വാപ്പാക്കും ഉമ്മാക്കും താല്പര്യമില്ലല്ലോ ഈ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. വാപ്പാക്കും ഉമ്മാക്കെങ്കിലും ഒരു താല്പര്യം വേണ്ടേ? മക്കളെ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും വേണ്ട, ഇസ്ലാമികപരമായിട്ടൊരു നിക്കാഹ് നിങ്ങൾ നടത്തണേ, അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത് നടത്തണേ. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹ് ഇല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് മാത്രം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഞങ്ങളുടെ മതത്തിലെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മതത്തിലോടുള്ളവരാണ് പറയുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മതത്തിനോടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടാണ് ഈ ഉസ്താദ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ നിങ്ങൾ ഇത് ചെയ്യിക്കാൻ തയ്യാറാക്കുമോ? അത് എന്താ പറയാ, അനീതിക്കെതിരെ ശബ്ദം ഉയർത്താൻ മടി കാണിക്കാതെ മുന്നോട്ട് വരുന്ന ഒരു നാട്ടിലുള്ളവർ പറഞ്ഞ പോലെ ജെൻസിയർ അങ്ങനെയാണ്. ജെൻസികൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടേക്കണേ, ഭയങ്കര അഹങ്കാരികളാണെന്നല്ല. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ അവനവന്റെ മനസ്സിൽ എന്താണോ അതിന് പുറത്ത് ആളുകൾ എന്ത് കരുതുമെന്ന് വിചാരിക്കാതെ മുന്നോട്ട് നടക്കാനുള്ളൊരു ധൈര്യം ജെൻസികൾക്ക്. സ്വന്തം അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു പറയും എന്താ പറയുക അഹങ്കാരികളായി എന്ന് പറയും. അവകാശം പറഞ്ഞ അഹങ്കാരികളായി. സീറ്റ് കൊടുത്ത് ബസ്സിൽ സീറ്റ് ചോദിച്ചാൽ ഒരു പറയും സീറ്റ് കുട്ടികളാണ് സീറ്റ് തരില്ല. ഒരു ഓണ പരിപാടി, ഒരു ക്രിസ്മസ് പരിപാടിക്ക് സ്കൂളിൽ കളർ ഡ്രസ് ഇട്ട് വന്നാൽ നമ്മൾ ഫുൾ ടിക്കറ്റ് കൊടുക്കണം. അത് ശരിയല്ലേ? പക്ഷെ ശരിക്കും നിയമപരമായിട്ട് 1-2 രൂപ മാത്രമല്ലേ എസ് കൊടുക്കേണ്ടുള്ളൂ. എല്ലാ ദിവസവും 5 രൂപ നമ്മളെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ട്. നേരം വൈകുന്നതിനനുസരിച്ച് 6 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ 10 രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത്രയും പൈസ പോലെ എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ ഈടാക്കുമ്പോൾ ഇങ്ങനത്തെ ആഘോഷ പരിപാടി നമ്മൾ യൂണിഫോം ഇട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും എസ് ടി തന്നെ തരണ്ടേ? അതല്ല അതിന്റെ ഒരു മാന്യത. പുരുഷന്മാരുടെ ഇടയിൽ ഡാൻസ് ആടാൻ നാണമില്ലാതെ, ഒരു നിലയ്ക്കും ഒരു പുളിപ്പില്ലാത്ത മാതാപിതാക്കൾ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ തുറന്നുവിടാൻ അലാ തഗാറൂൻ അലാ തസ്തഹയൂൻ ആദരവായ അലിയാർ തങ്ങൾ ചോദിച്ചതാണ്. നാണമില്ലേ? നിന്റെയൊക്കെ പെൺമക്കളെ ജനങ്ങളുടെ മുന്നിൽ അവർ കാണാൻ, അവരുടെ ഔറത്തുകൾ കാണാൻ തുറന്നുവിട്ട് ഡാൻസ് കളിപ്പിക്കാൻ നാണമില്ലേ? അലിയാർ തങ്ങളുടെ ചോദ്യമാണ്, അബൂബക്കറിന്റെ ചോദ്യമല്ല. അലാ തഗാറൂൻ അലാ തസ്തഹയൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്, നബി തങ്ങളുടെ എല്ലാമാണ്, സന്തത സഹചാരിയാണ്, 4ാം ഖലീഫയാണ്. അവരൊക്കെ ഈമാന്റെ ബോധമുള്ളവരാണ്. അവരൊക്കെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ വള്ളിത്തുണ്ടിൽ അല്പസമയമെങ്കിലും അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ, അടിച്ചുപൊളി ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം. നമുക്കിപ്പോൾ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ഷാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടാ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ? അള്ളാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ.
അതുകൊണ്ട് ഹലാലായത് കൊണ്ട് ജീവിക്കണമെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ച മാർഗത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ. അള്ളാഹു നമ്മളെ ആലിമീങ്ങളാക്കി നമ്മുടെ പവറല്ല, അള്ളാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? ഈ വേഷമിട്ടുകൊണ്ടൊരു പെണ്ണിനെ നോക്കാൻ നമുക്ക് മടി വരുന്നു, ഈ വേഷമിട്ടുകൊണ്ടൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല, ഈ വേഷമിട്ടുകൊണ്ടൊരു ഹറാമിന്റെ പ്രവൃത്തിക്ക് പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അത് അള്ളാഹു നമ്മളോട് ചെയ്ത അനുഗ്രഹമാണ്. അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം ആണെങ്കിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി നീ ഒന്ന് തൊപ്പി വെച്ചൊന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ ഹിന്ദു സഹോദരൻ ചോദിക്കും, അല്ല സഹോദര നിനക്ക് നോമ്പില്ലേ? അല്ല നിനക്ക് നോമ്പില്ലേ? അല്ല എന്താ നിങ്ങൾ എന്താ നോമ്പ് പിടിക്കാത്ത? ഹിന്ദു സഹോദരൻ ചോദിക്കാൻ അവനാ മഹത്വം അറിയാം, അവനാ മഹത്വം മനസ്സിലാക്കുന്നുണ്ട്. തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ സ്കൂളുകളിൽ പോയി ബീഡി വലിക്കുന്നത് പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കിത് ഹലാലാണോ? നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? അത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം എന്താ പബ്ലിക്കായിട്ട് ഞങ്ങളിങ്ങനെ ലൈഫ് അടിച്ചു പൊളിക്കുന്നവരാണ്. അതിനും ഒരു സാക്ഷി ഈ തലയിൽ ഈ തട്ടവും ഈ ഹിജാബും ഈ പർദ്ദയും. ഇതൊക്കെ വീഡിയോയിൽ പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും തള്ളലാന്ന്. ഇപ്പം തള്ളാൻ പറ്റൂല. ഇപ്പം നമ്മൾക്ക് ടി വി അങ്ങോട്ട് തുറന്ന് നമ്മുടെ ഈ യൂട്യൂബ് ഒന്ന് അങ്ങോട്ട് തള്ളിക്കൊടുക്കുമ്പോൾ ഈ ഉസ്താദന്മാർ പറഞ്ഞൊക്കെ അതിനകത്ത് മുന്നിൽ വരും. അതുകൊണ്ട് തള്ളാൻ പറ്റൂല. ഉള്ള കാര്യമായി പറയുന്നത്, കൽബ് പൊട്ടിയിട്ട് പറയുന്ന വാക്കാണ്. ആലിമീങ്ങളായ ഞങ്ങൾ നിങ്ങളുടെ മയ്യത്തിന് നിസ്കരിപ്പിക്കാനും ഫാത്തിയ ഓതാനും മൂന്നാം ഫാത്തിയയ്ക്കും ഹത്തം ഓതാനും അല്ലെങ്കിൽ ഖബർ സിയാറത്തിന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കാനും തൊലാക്ക് ചൊല്ലിക്കാനും വിധിക്കപ്പെട്ടവരല്ല ആലിമീങ്ങൾ. ഈ ആലിമീങ്ങൾ ഈ നന്മ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ആലിമീങ്ങൾ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യമായിട്ടാണ്. പ്രവാചകന്മാർ ഈ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ലോകത്തേക്ക് കടന്നു വന്നത്. അള്ളാഹുവിന്റെ ദീൻ പറയാൻ വേണ്ടി വന്നവരാണ്. ആ പ്രവാചകന്മാർ ഈ ലോകത്തിലില്ല, മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി, പ്രവാചക പരമ്പര അവസാനിച്ചു പോയി. ആ ഉത്തരവാദിത്തം ഒരിക്കലും തകർന്നു പോകരുത്, നശിച്ചു പോകരുത്. അതുകൊണ്ട് ഉലമാക്കളുടെ വാരിസ്യങ്ങളായി അനന്തരാവകാശികളായി ആ ഒരു പരിശുദ്ധമായ ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചത് പണ്ഡിത മഹത്തുക്കളുടെ മേലാണ്. ഈ പണ്ഡിത വർഗം എന്തിനാണ്? നമുക്കും നമ്മുടെ വാപ്പാക്കോ ഉമ്മാക്കോ ഗതിയില്ലാത്തത് കൊണ്ട് ഓതാൻ വിട്ടതൊന്നുമല്ല. ഇന്ന് ഇൽമു പഠിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നും കൈതുയർത്തി ദുആ ചെയ്യുമ്പോൾ എൻ്റെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാതെ എന്റെ ദുആ ഞാൻ അസ്തമിപ്പിക്കുകയില്ല, തീർക്കുകയില്ല. അവിടെയും എൻ്റെ വാപ്പ, എന്നെ പഠിപ്പിച്ച എൻ്റെ ഉമ്മ, നിങ്ങളുടെ ഖബറിനെ അല്ലാഹു ശാന്തി സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന്